4500 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഗ്ലാൻസ, അതും നമുക്ക് ടോപ്പ് എൻഡ് ആണോ വരുന്നത്? ടോപ്പ് എൻഡ് വി ഓപ്ഷൻ ഓട്ടോമാറ്റിക് 68 രൂപക്ക് കൊടുക്കാം. 68 രൂപക്കാണ്. 65,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. പുള്ളി കമ്പനിയിൽ സർവീസ് ചെയ്താണ്. ഒരു തട്ടുമുട്ട് ആക്സിഡന്റ് റീപ്ലേസുകൾ ഒന്നുമില്ല. ചെറിയ ഡൗൺ പേയ്മെന്റ് 60-70 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്തു മാക്സിമം പൊട്ടിച്ച് ഏകദേശം നമുക്ക് മാക്സിമം ഡൗൺ പേയ്മെന്റ് കുറച്ച് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും എല്ലാ വാഹനങ്ങളും ഉണ്ട്. ഏകദേശം 8ഓളം നമ്മുടെ അടുത്ത് ഇന്നോവകൾ വരുന്നുണ്ട്. റയർ ആയിട്ടുള്ള വി ഓപ്ഷൻ ക്രിസ്റ്റ ഉണ്ട്, അതേപോലെ സെഡ് ക്രിസ്റ്റ ഉണ്ട്. ഒരു 4500 കിലോമീറ്റർ ഓടിയുള്ള ഓട്ടോമാറ്റിക് ഗ്ലാൻസ ഏറ്റവും ഫുള്ളോട് വി ഓപ്ഷനിൽ വരുന്ന വാഹനം നമ്മളെ കയ്യിലുണ്ട്. പ്രൈസ് ആണ് ഹൈലൈറ്റ്, 49 രൂപ കൊണ്ട്. ഫ്രണ്ട്സ്, അപ്പൊ ഓണൊക്കെ വരികയാണ്. ഗംഭീര കളക്ഷൻസ്, ലോ കിലോമീറ്റർ വാഹനങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഇതാണ് അത്യാവശ്യം നല്ല ഫാമിലി വെഹിക്കിൾസ്, നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതേപോലെ ടൊയോട്ട വാഹനങ്ങൾ നോക്കുന്നവർക്ക് നല്ല കളക്ഷൻസ് അത്യാവശ്യം നമുക്ക് വന്നിട്ടുണ്ട്. വെറും 4500 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ട് നല്ല കിടിലൻ ഗ്ലാൻസ, ഏറ്റവും ടോപ്പ് എൻഡിൽ ഫുൾ ബ്ലാക്കിലൊക്കെ നല്ല കിടിലൻ സ്വിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള അതൊരു കിടിലൻ പാർട്ടാണ്. അപ്പോൾ ജൂബിലി മോട്ടോറിംഗിലാണ്, ഫവാദാണ് കൂടെ ഉള്ളത്. അത് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. ഒത്തിരി നാളായി ചെയ്തിട്ടില്ലേ? നമ്മൾ ഒത്തിരി നാളായി കല്യാണമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കുകളിലായി പോയി. കുറച്ച് യാർഡ് ഒന്നും കൂടി ഒന്ന് സ്റ്റോക്ക് കയറ്റാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയി പോയി. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ആദ്യം ഒന്ന് പറഞ്ഞു. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ മലപ്പുറം പോകുന്ന വഴിക്ക് മുട്ടിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ജസ്റ്റ് ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ. മലപ്പുറം മഞ്ചേരി റോഡാണ് ഈ കാണുന്നത്. നമ്മളെ ഹൈവേ റോഡിന് മുമ്പ് തന്നെയാണ് നമ്മൾ ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ വീഡിയോയിൽ നമ്പർ കാരണം ഓണൊക്കെ അല്ലേ, മാക്സിമം പൊട്ടിച്ച് ഏകദേശം നമുക്ക് മാക്സിമം ഡൗൺ പേയ്മെന്റ് കുറച്ച് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും എല്ലാ വാഹനങ്ങളും ഉണ്ട്. ഏകദേശം 8ഓളം നമ്മുടെ അടുത്ത് ഇന്നോവകൾ വരുന്നുണ്ട്. റയർ ആയിട്ടുള്ള വി ഓപ്ഷൻ ക്രിസ്റ്റ ഉണ്ട്, അതേപോലെ സെഡ് ക്രിസ്റ്റ ഉണ്ട്. ഒരു 4500 കിലോമീറ്റർ ഓടിയുള്ള ഓട്ടോമാറ്റിക് ഗ്ലാൻസ ഏറ്റവും ഫുള്ളോട് വി ഓപ്ഷനിൽ വരുന്ന വാഹനം നമ്മളെ കയ്യിലുണ്ട്. അത്യാവശ്യം മോഡൽ കൂടിയ കളക്ഷൻസ് നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ അതിനാണ് തുടങ്ങാം, അങ്ങനെ തുടങ്ങാം നമുക്ക്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫുൾ ബ്ലാക്ക് ഏറ്റവും ടോപ്പ് എൻഡ് സ്വിഫ്റ്റ് ഒക്കെ വളരെ റയർ ആണ്. അതുണ്ട്. അതേപോലെ ഹോണ്ട സിറ്റി വരുന്നുണ്ട് ന്യൂ മോഡല്. അപ്പൊ ഫസ്റ്റ് തന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് വെറും 4500 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഗ്ലാൻസ, അതും നമുക്ക് ടോപ്പ് എൻഡ് ആണോ വരുന്നത്? ടോപ്പ് എൻഡ് വി ഓപ്ഷൻ ഓട്ടോമാറ്റിക് കൂടിയാണ് അല്ലേ? അപ്പൊ ഓട്ടോമാറ്റിക്കിലെ ഏറ്റവും ടോപ്പ് എൻഡ് പ്ലസ് 360 ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ഒക്കെ. അതേപോലെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം വരുന്ന വണ്ടിയാണ്. 360 എല്ലാം കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് വാഹനം. ഇന്ത്യയിലൊക്കെ ഒക്കെ നോക്കി നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്, ആൻഡസ്റ്റ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആണ്, കമ്പനി ഇൻബിൽറ്റിന്റെ പിന്നെ സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, അതേപോലെ ലെതർ ടച്ചഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് നമ്മുടെ ഹെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിലൊക്കെ പുറമെ നമ്മളെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് വെറും 4500 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അതേപോലെ റിയറിൽ നമുക്ക് AC വെന്റ് ഉണ്ട്, ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. അപ്പൊ ഒരു പുതുപുത്തൻ വാഹനം വാങ്ങുന്ന പോലെ നമുക്ക് വാങ്ങാം. പുതിയ പുത്തൻ വാഹനം കൊണ്ടെടുക്കുന്ന പോലെ കൊണ്ടെടുക്കാം, വാങ്ങേണ്ടവർക്ക് വാങ്ങാം. നല്ല ലോ കിലോ ബഡ്ജറ്റിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് വരുന്നുള്ളൂ. ഏകദേശം 70,000 to 50,000 ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഡൗൺ പേയ്മെന്റ് വരുന്നുള്ളൂ. പുതിയൊരു വാഹനം നോക്കണമെങ്കിൽ നമ്മൾ കമ്പനി 1,00,000 മുകളിൽ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി. അപ്പൊ ആ സമയത്ത് നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് മതി. 4500 ഓടിയിട്ടുള്ള ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് വാഹനം സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. സിംഗിൾ ഓൺഷിപ്പിൽ ആകെ ഒറ്റ സർവീസ് ഷോറൂമിൽ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അത് 10,000 സർവീസ് ആണ് ഞാൻ അടുത്ത് ചെയ്യാനുള്ളത്. അത് ഈ അടുത്ത് തന്നെ ചെയ്യാം നമുക്ക്. അപ്പൊ നമുക്ക് പ്രൈസ് എത്ര ചോദിക്കുന്നത്? നമ്മൾ 10.5 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പ് നമ്മൾ പറയേണ്ടത് ഇതിന് നിലവിലെ ഓൺ റോഡ് പ്രൈസ് പറയണം, അല്ലെങ്കിൽ ആളുകൾ വില കൂടുതൽ ബേസ് മോഡലിന്റെ വില വെച്ചിട്ട് എന്ത് ചെയ്യും, ടോപ്പ് എൻഡ് വേരിയന്റ് വില പറയും. ഇതെങ്ങനെ നമുക്ക് ഓൺ റോഡിൽ ഇപ്പൊ കറന്റ് 12,50,000 രൂപയോളം ഈ ആക്സസറീസ് ഒക്കെ ചെയ്തുകൊണ്ട് പ്രൈസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 2 ലക്ഷം രൂപ നമുക്ക് മിനിമം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമുക്ക് പറയാം. അതും മാക്സിമം ഒരു 10,000 രൂപ സുഖമായിട്ട് നമുക്ക്. ഇതാണ് നമുക്ക് ഏറ്റവും മോഡൽ കൂടി ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള സിറ്റി, അതും വൈറ്റ് ഫിനിഷിംഗ്. വൈറ്റ് ഫിനിഷിൽ സിംഗിൾ ഓണർഷിപ്പിൽ കമ്പനി സർവീസ് വരുന്ന വാഹനമാണ്. ഏകദേശം 15.5 ലക്ഷത്തോളം കമ്പനിയിൽ നിലവിൽ പുതിയ വണ്ടിക്ക് പ്രൈസ് വരുന്ന വാഹനമാണ്. ഓക്കെ, ഇത് മോഡൽ ഏതായിരുന്നു? ഇത് 2023 ആണ് മോഡൽ വരുന്നത്. പക്ഷെ രജിസ്ട്രേഷൻ വരുന്നത് 2025 ആണ്. 25 രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ രജിസ്ട്രേഷൻ മുതൽ നമുക്ക് 15 വർഷം നമുക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ഈവൻ നമുക്കൊരു സൺറൂഫിന്റെ കുറവുണ്ട്, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. 65,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. പുള്ളി കമ്പനിയിൽ സർവീസ് ചെയ്താണ്. ഒരു തട്ടുമുട്ട് ആക്സിഡന്റ് റീപ്ലേസുകൾ ഒന്നുമില്ല. ക്ലീൻ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വാഹനമാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമ്മൾ 10,60,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്, നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ പുതിയൊരു വാഹനം നോക്കുമ്പോൾ ഏകദേശം 5 ലക്ഷത്തിന്റെ മാക്സിമം ട്രാക്കിന്റെ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കും. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത നമുക്ക് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി വാഹനം സ്വിഫ്റ്റ്. ഈ ഒരു ജനറേഷൻ നമുക്ക് നിലവിൽ ഇപ്പൊ 3 സിലിണ്ടർ ആണ് വാഹനം വരുന്നത്. അപ്പൊ 4 സിലിണ്ടർ ആയി, അത് ഫുൾ ബ്ലാക്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ച് നടക്കണം. നിലവിൽ സെക്കൻഡ് മാർക്കറ്റിൽ അധികം കൊടുക്കാനില്ലാത്ത ഒരു മോഡലാണ് 2023 വരുന്ന ഈ ബ്ലാക്ക്. അപ്പൊ പ്ലസ് വണ്ടിയാണ്. അപ്പൊ അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണോ ഇന്ത്യയിൽ നോക്കി നിങ്ങൾ LCD സ്ക്രീൻ വരുന്നുണ്ട്,
സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, വോളിയം കൺട്രോൾസ്, അതേപോലെ തന്നെ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, എയർ ബാഗ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ റിയറിലൊക്കെ നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. അപ്പോൾ നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഏറ്റവും ടോപ്പൻ വേരിയന്റിൽ ടോപ്പൻ ആണ് ഈ ZXIയും ZXI പ്ലസും തമ്മിലുള്ള പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരും, അതുപോലെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരും, അതുപോലെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരും. റിവേഴ്സ് ക്യാമറ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓട്ടോമാറ്റിക് ലോക്കിൽ മിറർ ഫോൾഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കൂടിയ വാഹനമാണ്, റേറ്റ് കൂടിയ വണ്ടിയാണ്. നമുക്ക് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 55,000 കിലോമീറ്റർ ആണ് കറന്റ് ഓടിയിട്ടുള്ളത്. ജസ്റ്റ് പർച്ചേസ് ചെയ്ത ഒന്ന് വാഹനമാണ്. അത്യാവശ്യം വർക്കുകൾ നമുക്ക് ചെയ്യാനുണ്ട്. അതായത് നമ്മള് ഗ്ലേസിംഗ്, അതുപോലെ നമ്മൾ സ്കേർട്ടിങ്ങും കാര്യങ്ങളും ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഫിറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് എല്ലാ വർക്കും കഴിഞ്ഞ് ഫുള്ളി നീറ്റ്ലി വാഹനം പുതിയ ഇൻഷുറൻസും എടുത്തിട്ട് നമുക്ക് 8 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഏകദേശം 1 lakhന്റെ ബില്ല് ഡൗൺ പേയ്മെന്റ് വരുന്നുള്ളൂ. വാഹനം നിങ്ങൾക്ക് കിട്ടപ്പനാക്കി കൊണ്ടുനടക്കാൻ പറ്റിയ കിടിലം വാഹനം. അപ്പൊ നമ്മുടെ പീസ് കിട്ടാൻ ഇച്ചിരി പാടാണ്. അത് നമുക്ക് ഫുൾ ബ്ലാക്ക് വരുന്ന വണ്ടിയാണ്. മാക്സിമം നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി. അടുത്ത നമുക്കൊരു ഇന്നോവയാണ്. നമുക്ക് ഇന്നോവന്റെ കൂട്ടത്തിൽ പെടുത്താം. അപ്പൊ ചെറുവണ്ടിയിൽ വീണ്ടും നമുക്ക് ഒരു സാൻഡ്രോ വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2008 സിംഗിൾ ഓണർഷിപ്പിൽ കമ്പനി സർവീസ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വാഹനം. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓൺഷിപ്പ് ഉള്ള ഒരു വണ്ടി എന്ന് പറഞ്ഞാല് അത് വളരെ റയർ തന്നെയാണെന്ന് പറയാം. അപ്പൊ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒരു സാൻഡ്രോ സിംഗ് GLS ആണ്. നിലവിൽ പുതിയ 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരിക്കും. 29 വരെ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടിയാണ്. പെട്രോൾ ആണ്. മെയിൻ്റെനൻസ് പൊതുവെ നമുക്ക് കുറവായിരിക്കും ഈ വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മൾ 1 lakh ആണ് ആസ്ക് ചെയ്യുന്നത്. ചെറിയൊരു എമൗണ്ട് ഒക്കെ നെഗോഷിയേറ്റ് ചെയ്ത് പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് നമുക്ക് ചെറിയൊരു എമൗണ്ട് നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് ഉള്ള ഒരു വണ്ടി. അടുത്ത അതേപോലെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുന്നവര് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. പ്രൈസ് ആണ് ഹൈലൈറ്റ്. 49 രൂപ കൊണ്ട് ഒരു പഠിക്കാനൊക്കെ ആഗ്രഹപ്പെടുന്നവർക്ക് നല്ലൊരു വാഹനം. ബോഡി ക്വാളിറ്റി ആണ്, അപാര ബോഡി ക്വാളിറ്റി ആണ്. അതിനനുസരിച്ച് തന്നെ ഷെവർലെന്റെ വണ്ടിയാണ് സ്പാർക്ക്. അത്യാവശ്യം 18-20 മൈലേജും കിട്ടും. അത് നമുക്ക് റെഡ് ഫിനിഷിംഗിൽ വരുന്ന ഒരു വണ്ടി. ചെറിയ ബഡ്ജറ്റിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു കിടിലം വണ്ടിയാണ് ഷെവർലെന്റെ സ്പാർക്ക്. ഒരു 18-20 മൈലേജും കിട്ടും. അത് നമുക്ക് ചെറിയൊരു ബൈക്കിന്റെ പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാം. 49 രൂപക്കാണ് നമുക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകുന്നത്. അത് നമുക്ക് അത്യാവശ്യം മൈലേജും നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നിലവിലെ പുതിയ ഈ ഒരു സെഗ്മെന്റ് വാഹനങ്ങൾ നോക്കുന്നത് ഇത്ര ബോഡി വെയിറ്റ് ഒന്നും വരുന്ന ഒരു വണ്ടി ഉണ്ടാവും. ബോഡി ക്വാളിറ്റിയിലുള്ള വണ്ടി നിലവിൽ ഈ സെഗ്മെന്റിൽ ഇല്ല. ഈ പ്രൈസിലൊന്നും കിട്ടൂല. ദെൻ നമുക്ക് നമ്മുടെ ഒരു ഓൾട്ടോ ആണ്. അപ്പൊ അതും നമുക്ക് റെഡ് ഫിനിഷിംഗ് വണ്ടിയാണ്. LX-ൽ വരുന്ന വാഹനമാണ്. നിലവിൽ അടുത്ത വർഷം വരെയാണ് വാഹനത്തിന് പേപ്പർ ഉള്ളത്. പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് കൂളായിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരു ആവറേജ് മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇതിലോ അപ്പുറത്തെ അപ്പൊ അത് നമുക്ക് പിന്നെ LX ആണ്. AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല വണ്ടിക്ക്. അപ്പൊ നമുക്ക് പഠിക്കണവരൊക്കെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്കൊരു ഓൾട്ടോ ഒരു 800 ഒക്കെ നോക്കുന്നതിന് പകരം ആ ഒരു പ്രൈസിന് നമുക്കൊരു ഓൾട്ടോ ഉണ്ടോ അല്ല? ഇതിന് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 68 രൂപക്ക് കൊടുക്കാം. 68 രൂപക്കാണ് ഒരു ഓൾട്ടോ. അത് നമുക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിലുണ്ട്. ഒരു വർഷത്തോളം പേപ്പർ ഉള്ള വണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പുതിയ പേപ്പർ ഒക്കെ എടുക്കാം. ചെറിയ എമൗണ്ട് അല്ലേ വരുള്ളൂ. അത് നമ്മുടെ ഏറ്റവും ന്യൂ മോഡലിൽ ഇറങ്ങിപ്പെടുന്ന ഓൾട്ടോയുടെ പുതിയ സീരീസിൽ വരുന്ന കേട്ടനാണ്. 30,000 കിലോമീറ്റർ ആണ് വാഹനം ആകെ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. നിലവില് 2023 7-ം മാസം രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഓക്കെ, മാനുവൽ ആണ്. അത്യാവശ്യം മൈലേജും നല്ല സ്പേസും ഉണ്ട് വണ്ടി. അത്യാവശ്യം സ്പേസ് മുമ്പത്തെ അല്ല, അത്യാവശ്യം നമുക്കൊരു നല്ല പിന്നെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മോഡലാണ്, ഡിസൈനാണ് ഈ വണ്ടി വരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല മോഡലുള്ള വണ്ടിയാണ്. പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർ അല്ല വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അത് നമുക്ക് ആകെ 40,000 കിലോമീറ്റർ 30,000 കിലോമീറ്റർ അത്യാവശ്യം നമുക്ക് എല്ലാം ഉള്ള ഒരു വണ്ടിയാണ് അല്ലേ? ഇത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് ഞാൻ ആസ്ക് ചെയ്യുന്നത് 4,10,000 രൂപയാണ്. നമുക്ക് ഈ ഒരു വാഹനം ഏകദേശം ഒരു 50,000 രൂപ അല്ലെങ്കിൽ അതിന്റെ ചോടെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാം. ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് ലോ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി. വീണ്ടും നമുക്ക് ഇതാണ് ഒരു സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് നമ്മൾ ബ്ലാക്ക് പരിചയപ്പെട്ടു. ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡിമാൻഡുള്ള കളർ. റെഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡിമാൻഡ്. ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന വാഹനം സ്വിഫ്റ്റിൽ റെഡ് ഉണ്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് ഉണ്ടോ വെച്ചിട്ടാണ്. അതിൽ വരുന്ന വാഹനമാണ്. 30,000 കിലോമീറ്റർ ഓടുള്ള വാഹനം, ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പൊ ഇവിടെ റെഡ് വേണ്ടത് റെഡും ഉണ്ട്, ബ്ലാക്ക് വേണ്ടത് ബ്ലാക്കും ഉണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ട്. 2 സൈഡ് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, സ്പോയിലർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. VXI ആണ് ഓപ്ഷനിൽ വരുന്നത്. നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്താണ് റിവേഴ്സ് ക്യാമറ, അതുപോലെ ടച്ച് സ്ക്രീനും കാര്യങ്ങളും സ്പോയിലർ ഒക്കെ വരുന്നത്. ഇത് 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. കമ്പനി പ്രോപ്പർ സർവീസ് വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 6,70,000 രൂപയാണ്.
പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റും. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഏകദേശം ഒരു 60-70 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്തു സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല. അടുത്ത തവണ നമുക്കൊരു പിന്നെ ഒമ്നിയാണ്, നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിനും അതേപോലെ തന്നെ നമുക്ക് ഫാമിലി പർപ്പസിനും കാറ്ററിംഗുകാരാണ് ഈ വാഹനം ചോദിച്ചു വരുന്നത്. നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നൊരു വണ്ടിയാണ്. അതേപോലെ തന്നെ നമുക്ക് ചെറിയൊരു സ്പേസ് കൂടി പോകാനും പറ്റും, കുറഞ്ഞ സ്ഥലവും മതി, ഡ്രൈവിംഗ് കംഫർട്ട് പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം ഫ്രണ്ട് അധികം ഇല്ലാത്തതുകൊണ്ട് അതിന്റെ അഡീഷണൽ ആയിട്ട് ആംബുലൻസ് ആയിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്ന വാഹനങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ 10 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം അല്ലെ, അത്രയും നമുക്ക് പിന്നെ അഡീഷണൽ ആയിട്ട് കുറെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ സീറ്റ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്ത വണ്ടിയാണ്. അതും കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2011 മോഡലാണ്. നിലവിൽ ഞാൻ 5 വർഷത്തെ പേപ്പർ ഈ വാഹനത്തിന് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1,25,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ലോണ് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടൂല. ചെറിയൊരു കാറ്ററിംഗ് പർപ്പസോ ചെറിയൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഷെയറായിട്ട് കൊണ്ടുനടക്കാം. CNG ഒന്നും ഇൻക്ലൂഡഡ് അല്ല, ജസ്റ്റ് പെട്രോൾ മാത്രമേ ഉള്ളൂ. ആവറേജ് 13 to 15 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. നമുക്ക് പിന്നെ സെന്ന് അന്വേഷിച്ച് നടക്കുന്നവർക്ക് അടിപൊളി അടുത്ത യുവാക്കൾ നോക്കി നടക്കുന്ന മോഡിഫൈ ചെയ്യാനൊക്കെ നോക്കി എടുക്കുന്ന ഒരു കിടിലൻ മോഡലാണ്. ചെറിയൊരു മാറ്റം വരുത്തിയാൽ തന്നെ അത് ഹൈലൈറ്റ് ആയി കാണിക്കുന്നതാണ് ഈ ഒരു വണ്ടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എങ്ങനെയായിരുന്നു മോഡൽ? 2000 മോഡൽ വാഹനമാണ്. നിലവിൽ AC ആണെങ്കിലും എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗിൽ വരുന്ന ഒരു വീട്ടില് ഫാമിലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വാഹനമാണ്. ഒരു നല്ലൊരു കിടിലൻ കളറും ആണ് വരുന്നത്. പേപ്പർ ഏകദേശം 28 വരെ പേപ്പർ കാര്യങ്ങളും ഉണ്ട്. ഓപ്ഷനിൽ റിയർ വൈപ്പർ ഒക്കെ വരുന്ന വണ്ടിയാണ്. കുറച്ച് റയർ ആണ് ഈ ഒരു റയർ ആണ് ഈ ഒരു വണ്ടി. ഇത് എങ്ങനെയായിരുന്നു? നമുക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 85,000 രൂപയാണ്. ചെറുതായിട്ടൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് നമുക്ക് ചെയ്തിട്ട് കൊടുക്കാം. ടയറും കാര്യങ്ങളൊക്കെ ആവറേജ് ടയറൊക്കെ അത്യാവശ്യം ടയറുണ്ട്. നിലവിലൊരു വർക്കും ചെയ്യിക്കാനോ നിലവിലൊന്നും ചെയ്യാനില്ല. സ്ക്രാച്ചോ കാര്യങ്ങളോ ഐ മീൻ ഡെന്റിങ്ങോ കാര്യങ്ങളോ ഫ്ലാറ്റിലെ തുരുമ്പോ അങ്ങനത്തെ ഒന്നും അല്ലെങ്കിൽ എവിടെ കൊണ്ടുപോയി വേണമെങ്കിലും ലിഫ്റ്റ് ചെയ്ത് നോക്കാം. അത്ര നമുക്ക് ഗ്യാരണ്ടി വരാം. വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റിൽ ഡീസൽ നോക്കി അടക്കുന്നവർക്ക് ഇതാണ് നമുക്കൊരു അടിപൊളി ഡീസൽ വണ്ടി ഉണ്ട്. അതും നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനം. 2016 മോഡൽ വാഹനമാണ്. 1.35 ഓടിയിട്ടുള്ള വാഹനമാണ്. ഓക്കെ, ഇതിന്റെ കാരണം മൈലേജ് ആണ് ഈ ഒരു എഞ്ചിന്റെ ഹൈലൈറ്റ് ഇല്ല. 14 മുതൽ ഒരു 15 വന്ന ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റില് ഏറ്റവും നല്ല മൈലേജ് കിട്ടുന്ന ഒരു എഞ്ചിനാണ് വന്നത്. ലോങ് ഡ്രൈവിലൊക്കെ അത്യാവശ്യം നമുക്ക് 24 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു എഞ്ചിൻ തന്നെ പറയാം. 22 നമുക്ക് എന്തായാലും കൺഫേം ആയിട്ട് പറയാലോ. പിന്നെ എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് വരുന്ന 4th ഓണർ ആണ്. നിലവിലെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല വണ്ടി? എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആയിട്ടുള്ള വാഹനം. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 385 കൊടുക്കാം. ചെറിയൊരു പ്രൈസിന് നമുക്ക് നല്ലൊരു 16 മോഡല് ഡീസൽ സ്വിഫ്റ്റ് വീഡിയോ നമുക്ക് ഉണ്ടാവും. ഏകദേശം നമുക്ക് ഫുൾ ഓൺ ഒക്കെ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ട്രാക്കിനനുസരിച്ച് ചെയ്ത് കൊടുക്കും. ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ ഒക്കെ ചെയ്യാൻ പറ്റുന്ന വണ്ടിട്ടാ. ഇനി അതേപോലെ തന്നെ അന്വേഷിക്കുന്ന ഒരു വണ്ടിയാണ് റിഡ്സ് അല്ലേ? അത് നമുക്ക് ഇവിടെ കേരള രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. എങ്ങനെയായിരുന്നു മോഡൽ? 2012 മോഡൽ വണ്ടിയാണ്. ഇത് ന്യൂ ഷേപ്പ് ആണ്. അടുത്ത വർഷം പേപ്പർ വരുന്ന വാഹനമാണ്. ഫസ്റ്റ് പേപ്പർ ആണ്, അതുകൊണ്ട് വലിയൊരു എമൗണ്ടോ കാര്യങ്ങളോ വരില്ല. ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്. ഓപ്ഷണൽ ആയിട്ട് വരുന്ന. അപ്പൊ അത്യാവശ്യം നമുക്ക് മൈലേജും ഉണ്ട്. 20 അബോ എന്തായാലും മൈലേജ് കിട്ടുന്ന വാഹനമാണ്. ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നിലവിൽ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 240 ഫൈനൽ. 240 ചെറിയൊരു പ്രൈസിന് നമുക്ക് നല്ലൊരു ഡീസൽ വണ്ടി ഉണ്ടാവും. ഏകദേശം ഒരു ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഡിപ്പെൻസ് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ല. വാഗ്നർ ആണ്, അതും വൈറ്റ് ഫിനിഷിങ്, അതും ഇവിടെ കേൾട്ടൺ രജിസ്ട്രേഷൻ തന്നെയാണ് വണ്ടി വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 13 മോഡൽ 190 ആണ് ആസ്ക് ചെയ്യുന്നത്. അതിലും നമുക്ക് എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം. അപ്പൊ ചെറിയൊരു പ്രൈസിന് ഒരു വാഗ്നർ. ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് ഇതിന്റെ യാത്രാ കംഫർട്ട് ആണ്. ഇതിന്റെ ഒരു ഷേപ്പാണ് നമുക്ക് SUV-ലൊക്കെ ഇരിക്കുന്ന ആ ഒരു കംഫർട്ട് ഫീലിൽ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. LXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതും നമുക്ക് 125 പ്രൈസ് എങ്ങനെയാണ്? 190 നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. വന്ന് ഇഷ്ടപ്പെട്ടാലും നമുക്ക് ഇതൊരു ഫൈനൽ പ്രൈസ് അല്ല, 90 നമുക്ക് ചെയ്യാൻ പറ്റില്ല. ടാക്സി പെർമിറ്റ് ഉള്ള ഷെവർലൈന്റെ സെയിൽ ഇല്ല. എത്ര രൂപ ചെയ്യാൻ? 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപയ്ക്ക് ഒരു ടാക്സി. ഡീസൽ വാഹനമാണ്, അത്യാവശ്യം മൈലേജ് ഉണ്ട്, ബോഡി ക്വാളിറ്റി ഉണ്ട്. ഒന്ന് ചെറിയൊരു വർക്ക് എടുക്കാണ്ട് ഞാൻ എടുത്തു കൊടുക്കും. ഓക്കെ, അടുത്ത നമുക്കൊരു പിന്നെ ആസ്പെയർ ആണ്. ആവറേജ് മൈലേജ് ഉള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. 1,20,000 സംതിങ് എന്തോ ഓടിയിട്ടുള്ളൂ. നല്ലൊരു വാഹനമാണ്. ഇത് നമുക്ക് ഏകദേശം 2,50,000 രൂപ കൊടുക്കാം. അടുത്ത നമുക്കൊരു KUV 100 ഇല്ല. കാരണം നമുക്കൊരു മിനി SUV ടൈപ്പ് വാഹനം, അത്യാവശ്യം മൈലേജും, ഒരു 6 പേർക്ക് വരെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറയാം. ഇതൊക്കെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഫ്രണ്ടിൽ തന്നെ 3 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. 20,000 രൂപ ഡൗൺ പേയ്മെന്റ് മാത്രമേ ഈ വാഹനത്തിന് വരുന്നുള്ളൂ എന്നാണ് അടുത്ത ഹൈലൈറ്റ്. അപ്പൊ നമ്മൾ ചെറിയൊരു പിന്നെ ഓൾട്ടൊക്കെ വാങ്ങുന്ന അതേ പ്രൈസിന് നമുക്ക് ഒരു മിനി SUV ടൈപ്പ് വാഹനം കൊണ്ടുപോകാം.
ഏകദേശം നമുക്ക് ഇത് ഡീസലാണെന്ന് പെട്രോൾ ആണ് പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. ഏകദേശം 15 കിലോമീറ്ററോളം മൈലേജ് ഈ വാഹനത്തിനുണ്ട്. 15ന്റെ അബവ് വരുന്നുണ്ട്. മൈലേജും കിട്ടും, മെയിൻ്റെനൻസും കുറവാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് നല്ല യാത്രാ കംഫർട്ട് ഉള്ള ഒരു വാഹനമാണ്. അത്യാവശ്യം ആവറേജ് ടയർ കണ്ടീഷൻ എന്ന് പറയാം അല്ലെ. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 3 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. എന്തെങ്കിലും റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ചെറിയ 70 വരെ നമ്മളോട് കറന്റ് ഇതിന് ലോൺ പറഞ്ഞിട്ടുണ്ട്. അവർ 10 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം അല്ലെ. ഇനി അടുത്ത് നമുക്ക് വീണ്ടും ഒരു വാഗണർ തന്നെയാണ്, അതും KL11 രജിസ്ട്രേഷൻ. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 2007 വണ്ടി. പേപ്പറുള്ള വാഹനം. ഓക്കെ, ഇത്രയും കാലമായിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. അതൊരു വെറൈറ്റി കളറും കൂടി, ഒരു ഓഫ് വൈറ്റ് കളർ. അതെ, ഒരു ഓഫ് വൈറ്റില് വെറൈറ്റി കളർ അടിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ഇല്ല. കമ്പനി ഇറങ്ങുമ്പോഴുള്ള സ്റ്റിക്കറാണ്. അത്രയുണ്ട്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മള് 90 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ആളുകൾ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ വീണ്ടും നമുക്കൊരു ബൈക്കിന്റെ EMI ഉണ്ടാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇയോൺ അല്ലേ. ഇയോൺ സിംഗിൾ ഓണർ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ കമ്പനി സർവീസ് വരുന്ന ഒരു വാഹനമാണ്. കറന്റ് വേറെ ആക്സിഡന്റോ റീപ്ലേസുകളോ ഒന്നുമില്ല. ഏകദേശം ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. 4000-5000 രൂപ മാറ്റി വെക്കണമെങ്കിൽ ഒരു ബൈക്കിന്റെ EMI കൊണ്ടുപോകണ പോലെ ഒരു 4000-ന്റെ ചോട ചിലപ്പോൾ EMI ഒക്കെ വരുള്ളൂ അല്ലെ. അത് നമുക്ക് ഫുൾ ഓൺ തന്നെ, നമുക്ക് ഒന്നും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ടുപോയി ചെയ്യാലോ. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമ്മൾ 1.90 കൊടുക്കും. 1.90 പൊട്ടിച്ച് നമുക്ക് മാക്സിമം നമുക്ക് അപ്പൊ ഒരു ബൈക്കിന് ഓഫർ ആയിട്ട് കൊടുക്കും. അപ്പൊ അതൊരു ബൈക്കിന്റെ പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാം. അതും ഫുൾ ഓണിൽ ഒരു 4000 മാസം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ വണ്ടി സ്വന്തമാക്കാന്നുള്ളതാണ് ഹൈലൈറ്റ് കേട്ടോ. അടുത്താണ് നമുക്കൊരു പിന്നെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ഡിസൈർ ആണ്. ലേറ്റസ്റ്റ് ലാസ്റ്റ് മോഡൽ ഇറങ്ങിയ ഡിസൈർ ആണ്. 2023 മോഡൽ വാഹനം. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഇവിടെ തന്നെ പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കണേ അത്രയും നമുക്ക് ഒരു പുതിയൊരു വാഹനത്തിന്റെ അതേ ഫീൽ തന്നെ നമുക്ക് മോഡലും ഉണ്ട്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഡിക്കി സ്പേസ് ഉണ്ട്. 86,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ചെറിയ കിലോമീറ്റർ സർവീസ് ഉള്ളതാണ്. സർവീസ് ഉണ്ട്. അത്ര നമുക്ക് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ. ഡിക്കി സ്പേസ് ഉള്ള വാഹനം. ഓപ്പൺ ലോക്കഡ് ആണ്. അപ്പൊ അത്യാവശ്യം നമുക്ക് ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ് അല്ലെ. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 6 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ചെറുതായിട്ട് നെഗോഷിയേറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 19 രൂപയ്ക്കുണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലെ. അടുത്ത നമുക്ക് ഒരു കിഡ്ല ഐറ്റ് ആണ് നമ്മൾ എക്കോ സ്പോർട്ട്. പൊതുവെ നമുക്ക് നല്ല ബോഡി ക്വാളിറ്റിയും അതുപോലെ തന്നെ മൈലേജും കിട്ടും. യാത്രാ കംഫർട്ടും ബാക്കി ബോഡി വെയിറ്റ് എത്ര സ്പീഡ് പോയാലും വണ്ടി കുലുങ്ങൂല. ഇതാ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ സ്റ്റിയറിംഗും പിടിച്ചിരിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുക. ഇത്രയും വലിയൊരു വാഹനമാണ് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫീൽ അറിയില്ല. ചെറിയ ലാഘവത്തോടെ കൊണ്ടുകൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്, മൈലേജ് ഉള്ള ഒരു മൈലേജും ഉണ്ട്. അത്യാവശ്യം വർക്ക് എടുത്താൽ കാണാനും പറ്റുന്ന ഒരു കിടിലൻ വണ്ടിയാണ്. നിലവിൽ 4,80,000 രൂപയാണ് നമ്മൾ ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്നത്. അതിൽ നമുക്ക് റെഡ്യൂസ് ചെയ്ത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കും. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. അടുത്ത നമുക്കൊരു i20 ആണ്. i20 2010 വണ്ടിയാണ്. ഈ മെയിൻ ക്ലാസ് ഞാൻ മാറി തരും കേട്ടോ. ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി കൊടുക്കാം. അത്യാവശ്യം മൈലേജ് ഉള്ള വാഹനമാണ്. ഡീസൽ വണ്ടിയാണ്. ഫ്രണ്ട്സ്, നമ്മൾ ജൂബിലി മോട്ടോറിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് തൽക്കാലം ഇവിടെ നമ്മൾ നിർത്തുകയാണ്. അടുത്തൊരു പാർട്ടിൽ നമുക്ക് ഇതാണ് അത്യാവശ്യം നല്ല വാഹനങ്ങൾ വരാനുണ്ട്. ഏറ്റവും നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വിഫ്റ്റ് ഉണ്ട്, പോളോ ഉണ്ട്, ഓൾട്ടോ ഉണ്ട്, ജാസ് ഉണ്ട്. 7 സീറ്ററിൽ നമുക്ക് ഏറ്റവും റയർ പീസ് ആയിട്ടുള്ള പിന്നെ ഒരു ഏറ്റവും ഫുൾ ലോഡിൽ വരുന്ന വാഹനമാണ്. അതും ഡീസൽ വണ്ടി അല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് 7 സീറ്റർ ഒക്കെ നല്ല മൈലേജ് അന്വേഷിച്ച് വെക്കുന്ന ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ ഈ ഒരു ഓണത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും വാഹനം അന്വേഷിക്കും, തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരും. അത്ര നല്ല കളക്ഷൻസ് നമുക്ക് ഇവിടെ കയറിയിട്ടുണ്ട്. ലോ കിലോമീറ്ററിൽ മോഡൽ കൂടുതലും ഫുൾ ഓണൊക്കെ മാക്സിമം ലോൺ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം കസ്റ്റമർ സപ്പോർട്ട് കൂടി ജൂബിലി മോട്ടോറിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. നമ്മളെ അടുത്തുനിന്ന് വണ്ടി എടുത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ഇടാൻ മറക്കാതിരിക്കുക. അപ്പോൾ അതാണ് നമുക്ക് അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഷോറൂമാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം റൂട്ടിൽ മുട്ടിപ്പാലത്താണ് നമ്മൾ ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നമ്പർ ഇട്ടുണ്ടാവും, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വാഹനം എടുക്കാൻ ഉദ്ദേശിച്ച് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഫവാദ് സൈനിങ് ഓഫ്.